copyright. Oh, അപ്പോൾ നമ്മളിപ്പോൾ ഹെറിറ്റേജ് വില്ലേജിലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുകയെന്ന് വെച്ചാൽ ദുബായിലെ വലിയ ഗ്ലോബൽ വില്ലേജിൻ്റെ ഒരു ചെറിയ വേറൊരു വേർഷനാണ് എന്നാണ്. പക്ഷേ ഇത് കൂടുതലും ഒരു ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ടുള്ള സംഭവമാണ് എന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് കൂടുതലും നമുക്ക് നോക്കാം. വേറെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ വേറെ വ്ളോഗിൽ കണ്ടിട്ടാണ് കേട്ടോ. ഞാൻ ഇതിനെപ്പറ്റി ഒരു റിസർച്ചൊന്നും ചെയ്തില്ല. കാരണം ഇത് നമ്മളിപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. ഞങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് പ്ലാനിലൊന്നായിരുന്നു നമുക്കിവിടെ വരാം. ഇവിടെ ഫയർ വർക്ക്സ് ഉണ്ട് ഒരു 7:30 ആകുമ്പോൾ. അത് പക്ഷേ നമ്മൾ മിസ്സായി. 7:30 ആകുമ്പോൾ ഇവിടെ ഫയർ വർക്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. എനിക്ക് മറ്റ് വ്ളോഗുകളിലൊക്കെ കണ്ട് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇത് എമിറേറ്റ്സിൻ്റെ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വില്ലേജ് പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നല്ലല്ലേ? സോ ഇവിടെ വുമൻ എൻട്രൻസ് ഉണ്ട് കേട്ടോ. പെണ്ണുങ്ങൾക്ക് വേറെ എൻട്രൻസ് ആണ്. കാരണം ഇവിടെ ചെക്കിങ് ഉണ്ട്. അപ്പോൾ വരുമ്പോൾ തന്നെ കുറേ നല്ല മ്യൂസിക്കൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. അതൊരു പ്രത്യേക ഒരു കാര്യം ഞാൻ പറയട്ടെ. പിന്നെ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ നല്ല ഊതിൻ്റെ മണം. ഇവിടെ നല്ല ഊതിൻ്റെ മണം. അതെന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷേ സ്മെൽസ് വെരി വെരി ഗുഡ്. അത് ഡിസ്നി ലാൻഡിൽ ഇതുപോലെ തന്നെയാണ്. ഒരു മ്യൂസിക്കും ഒരു മണവും ഉണ്ട്. അതെനിക്ക് തോന്നുന്ന ഒരു സ്പെസിഫിക്കായിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. മ്യൂസിക് യെസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കേൾക്കാം. പക്ഷേ ഈ മണം അതൊരു വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ. ഇതാണ് മെയിൻ എൻട്രൻസ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. ഇങ്ങനെ സ്ട്രെയിറ്റ് പോകാം. പിന്നെ തന്നെ ഇങ്ങനെ ഒരു റൈറ്റിലും. തണുപ്പത്ത് ഒരു കറക്റ്റ് ചായ എന്നല്ലേ? കറക്റ്റ് ചായ കറക്റ്റ് ലുക്കേമാത്ത് ഡംപ്ലിങ്സ് ആണ്. അതിൽ ഡേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട്. അങ്ങനെ ഞാൻ നല്ല അടിപൊളി ലുക്കേമാത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ മ്യൂസിക്കൽ ഫൗണ്ടൻ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ദുബായിലുള്ള അതേപോലെ തന്നെ, പക്ഷേ വളരെ ചെറിയൊരു വേർഷൻ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടുത്തെ മ്യൂസിക് ഞാൻ വെക്കുന്നില്ല. ബിക്കോസ് ഇവിടെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ മ്യൂസിക് വെക്കുന്നില്ല. പക്ഷേ കുറച്ച് വിഷ്വൽസ് ഞാൻ വെക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. സോ യാ, എൻജോയ്. സ്ഥലത്ത് ഇങ്ങനെ ഒരു കോർണേഴ്സ് ഉണ്ട്, ഒരു ഏരിയ പോലെ. ഒരു തീം അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നോക്കാം. സ്റ്റോള് കാണാനുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള എമിറാത്തി സ്റ്റോളാണ്. അപ്പോൾ ഈ സെക്ഷൻ എമിറാത്തി സെക്ഷനാണ്. അവിടെ ഈഗിൾ, കുതിര, പിന്നെ നമ്മൾ നേരത്തെ കണ്ട കുതിര. അപ്പോൾ എല്ലാ എമിറാത്തി സിമ്പിൾസ് ആണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. പിന്നെ പേൾസിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇതിവിടെ ഊതിൻ്റെയാണ്. നല്ല ഭംഗിയുള്ള സംഭവം. ഈ ഒരു കോർണറിൽ ഇവർ ആദ്യം വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ എമിറേറ്റ്സിൻ്റെ ആദ്യത്തെ വരുമാന മാർഗ്ഗങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഫിഷിംഗ് ഉണ്ട്, പിന്നെ പേൾസിൻ്റെ കൾച്ചർ, അതൊക്കെയാണ് അവർ ആദ്യത്തെ ഒരു കോർണറിൽ കാണിക്കുന്നത്.
ഒരു സ്റ്റോളിന് മുന്നേ വരുമ്പോൾ അവർ ശരിക്കും ആക്ട് ചെയ്യണം. അവിടെ ഉള്ളത് ഒരു കുറച്ച് ആക്ടേഴ്സാണ്. അവർ വെറുതെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ ആൾക്കാർ വരുന്നു എന്ന് കാണുമ്പോൾ അപ്പോഴത്തേക്കും അവർ എന്താണ് അവർ പോർട്രേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് ജോലിയാണ് അവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും നമുക്ക്. എനിക്ക് അവർ ഭയങ്കര റിയലിസ്റ്റിക് ആക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സെറ്റപ്പും മൊത്തത്തിൽ അവർ സെറ്റിങ്, ആ ഒരു ഫുൾ ആംബിയൻസ് അവർ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഇപ്പോൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒരു ചുറ്റും അത്രയൊരു ബഹളവും കാര്യങ്ങളും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒരു പഴമ ഫീൽ ചെയ്യുന്നുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റോളിലും ഒരു കൈത്തൊഴിൽ, എനിക്കറിയില്ല, കൈപ്പണി എനിക്കറിയില്ല എങ്ങനെ പറയണം. ഓരോ സ്റ്റോളിലും ഒരു കൈത്തൊഴിൽ ആണ് അവർ ഡിസ്പ്ലേ ചെയ്യണത്. അവിടെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേജ് പെർഫോമൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലത്തെ അവിടുത്തെ ഡാൻസ് പെർഫോമൻസും പാട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓരോ രാജ്യത്തെ ഒരു പെർഫോമൻസ് ഓരോ സമയത്താണ്. അത് ഏത് സമയത്ത് ഏത് രാജ്യം എന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. അവരെന്തോ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു തുടങ്ങുന്നതിന് മുന്നേ, പക്ഷേ അറബിക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഈ കാണുന്ന പെർഫോമൻസ് ഏത് രാജ്യത്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പം ഇത് അത്ര രസം ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ കസിൻ്റെ വൈഫ് വന്നിട്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എമിറേറ്റ്സിൻ്റെ ഉണ്ടായിരുന്നു, അത് കാണാൻ രസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ സമയത്ത് ഡിഫറെൻ്റ് ആണ്. അത് എവിടെയെങ്കിലുമൊക്കെ ടൈമിംഗ് സ്കെഡ്യൂളൊക്കെ എഴുതിയിട്ടുണ്ടാകും, പക്ഷേ ഞങ്ങൾ അറിഞ്ഞില്ല. അവിടെ വേറെയുള്ള സംഭവങ്ങളൊന്നാണ് ഈ ഒരു ഈഗിളിനെ ഇങ്ങനെ വെച്ചിട്ടൊരാൾ. അപ്പോൾ നമുക്ക് വേണമെങ്കിലൊക്കെ ഇതിനെ പോയി തൊടാം. അങ്ങനത്തെ കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ എമിറേറ്റ്സിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു പവിലിയൻ, അപ്പോൾ പവിലിയൻ എന്നാണ് എല്ലാവരും പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇത് മൊറോക്കോൻ്റെ പവിലിയനാണ് കേട്ടോ. എനിക്ക് പറയാനുണ്ട്, ഞാൻ വർഷങ്ങൾക്ക് മുന്നേ മൊറോക്കോയിൽ പോയിട്ടുണ്ടായിരുന്നു, മഹാക്കേഷ് എന്ന് പറഞ്ഞ സിറ്റിയിൽ. നല്ലൊരു രാജ്യം കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അന്ന് ഞാൻ വ്ളോഗിംഗ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് വീഡിയോസ് അവിടെ നിന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഇത് വളരെ ഭംഗിയായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ, പറയാതെ വയ്യ. ഇവിടെ കണ്ട പവിലിയനിൽ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പവിലിയനാണ് മൊറോക്കോൻ്റെ എന്നാണ് എനിക്ക് തോന്നിയത്. ഞങ്ങളെല്ലാം കണ്ടിട്ടില്ല കേട്ടോ, ഇന്ത്യയുടെ ഒന്നും ഞങ്ങൾ പോയേ ഇല്ല, എന്ന് വെച്ചാൽ സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ മൊറോക്കോയിലുള്ള ഞങ്ങളന്ന് പോയപ്പോൾ കണ്ട പല സംഭവങ്ങളും ഇവിടെ കണ്ടു. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അപ്പോൾ നിങ്ങൾ കേട്ട പാട്ട്, പിന്നെ ലെതർ വർക്ക്, നല്ല ലെതറിൻ്റെ പല സംഭവങ്ങളുണ്ട് മൊറോക്കോയിൽ. അവിടുത്തെ ഷെയ്ഡ്സ്, ലാമ്പിൻ്റെ ഷെയ്ഡ്സ്, പിന്നെ അവരുടെ പോട്രി എല്ലാം അവിടെ കാണാൻ പറ്റി. നല്ല ഭംഗിയുള്ള സംഭവങ്ങളാണ്. ശരിക്കും എനിക്ക് മൊറോക്കൻ പവിലിയൻ വളരെ ഡീറ്റെയിൽഡ് ആൻഡ് ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്. സോ ഇവിടെ സിറിയൻ കോർണർ ഉണ്ട്, തജിക്കിസ്ഥാൻ. അപ്പോൾ എല്ലാ പവിലിയനും, എല്ലാ രാജ്യത്തിനും പവിലിയനും ഇപ്പോൾ ഈ മൊറോക്കോയിലത്തെ പോലെ ഡീറ്റെയിൽഡ് അല്ല. ചിലതൊക്കെ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഹണിയൊക്കെ, അവരുടെ ഒരു രാജ്യത്തെ മെയിൻ പ്രോഡക്റ്റ് എന്താണ്. ഇപ്പോൾ ഇവിടെ കാണുന്നത് സാഫ്രൻ ആണ്. ഐ തിങ്ക് അഫ്ഗാനിസ്ഥാൻ്റെ ഇതിലാണ് സാഫ്രൻ വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനത്തെ കുറേ കാഴ്ചകളാണ്. അപ്പോൾ ചിലതൊക്കെ യാതൊരു ബന്ധവുമില്ല. കുറേ നൈറ്റ് ഡ്രസ്സൊക്കെ കണ്ടു ചില പവിലിയനുണ്ട്, യാതൊരു ബന്ധവുമില്ലാത്തൊക്കെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ നല്ല നല്ല പെർഫോമൻസ്. ഇവിടെ സാക്സോഫോൺ പ്ലെയർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് കേട്ട് നോക്കാം. ഇവിടെ ടർക്കിയാണ്. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. സോപ്പ്,
അൺഫോർച്ചുനേറ്റ്ലി എനിക്കിത് ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ നല്ല ഗ്രേസ്ഫുള്ളായിട്ടാണ് അവർ ഡാൻസ് ചെയ്തത്. ഓരോ ഡാൻസേഴ്സിനെ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു അറിയോ, നല്ല ഭംഗിയായിരുന്നു കാണാൻ. അവർ അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെ ഇപ്പോൾ ആ ഒരു കോർണറിലുണ്ടായ പല രാജ്യങ്ങളുണ്ടല്ലോ, അതേ രാജ്യങ്ങളിൽ നിന്ന് ആണ് അവർ വരുന്നത്. ഇപ്പോൾ ഇത് ടർക്കി അല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അർമേനിയ ആണോ ജോർദാനാണോ ഇങ്ങനത്തെ ഏതൊരു രാജ്യത്താണ് ഇവർ പെർഫോം ചെയ്യുന്നത്. സത്യം അവരുടെ പെർഫോമൻസ് ആയിട്ട് ഇതല്ല അവർ പെർഫോം ചെയ്യേണ്ട വേദി എന്ന് എനിക്ക് തോന്നി. കാരണം അത്രയും ഭംഗിയായിട്ട് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്നത് ഒരു ടർക്കിഷ് സ്വീറ്റാണ്. സ്വീറ്റ് എന്ന് വെച്ചാൽ ക്യാൻഡി, ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ളത്. അപ്പോൾ അവരിതിങ്ങനെ ഉണ്ടാക്കി കാണുന്നത് നല്ല രസമാണ്. നമ്മൊരു ഫ്ലേവർ സെലക്ട് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്ക് വിശക്കണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചു കൊടുത്താണ്. കെയർഫുൾ, ഇത് ഒരെണ്ണത്തിന് 20 ദിർഹമാണ്. അത് ഒരിക്കലും ആർക്കും തീർക്കാൻ പറ്റില്ല. കാരണം അത്രക്കും സ്വീറ്റും ഭയങ്കര സ്റ്റിക്കി ആയിട്ടാണ്. പക്ഷേ കുട്ടികളുടെ കാര്യം അറിയാമല്ലോ, കണ്ടപ്പോൾ മേടിച്ചു കൊടുത്താണ്. അവരുടെ മേക്കിംഗ് രസമാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ അവർ ടർക്കിഷ് ഐസ്ക്രീം തരുന്ന പോലെ തന്നെ നമ്മളുടെ കയ്യിൽ ഇങ്ങനെ ടീസ് ചെയ്തിട്ടാണ് അവർ തരുന്നത്. ഒരു ടിപ്പ് എനിക്ക് തരാനുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഫുഡ് കഴിക്കുന്ന ഒരു സമയം ഒഴിവാക്കലായിരിക്കും നല്ലത്. കാരണം അവിടെ അത്യാവശ്യം എക്സ്പെൻസീവാണ്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ നല്ല ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും കരുതുക. ഈവൻ കുറച്ച് ചെറിയ സ്നാക്സ് പോലും അത്യാവശ്യം എക്സ്പെൻസീവായി തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്നോട് മൊത്തത്തിൽ ഇപ്പോൾ കണ്ടതിന് ശേഷം എന്നോട് ഒരു റിവ്യൂ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹൈലൈറ്റ് മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ പെർഫോമൻസസ് ആണ്. അവിടുത്തെ ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, മ്യൂസീഷ്യൻസ് ആയിക്കോട്ടെ, അത് അടിപൊളിയായിരുന്നു. ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്ന് വെച്ചാൽ ഇത് വളരെ ഇത്തിരി റിമോട്ടായിട്ടുള്ള നല്ല പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട് ആ സമയത്ത്. അല്ലെങ്കിൽ തണുപ്പുണ്ട്, പക്ഷേ അവിടെ ഇത്തിരി ഇരുട്ടുമ്പോൾ ഓഫ് കോഴ്സ് കൂടുതലും തണുപ്പാണ്. അപ്പോൾ അതിലൊരു മുൻകരുതൽ നിങ്ങൾ എടുത്തോളൂ. വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫുഡിൻ്റെ കാര്യമാണ്. പ്രത്യേകിച്ച് കുട്ടികളായിട്ട് പോകുമ്പോൾ അവർ ഓരോന്ന് കാണുമ്പോൾ ചോദിക്കാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ അത് ഇത്തിരി എക്സ്പെൻസീവാണ്. അപ്പോൾ കയ്യിൽ എന്തെങ്കിലും കരുതിക്കോ. ഫുഡ് അവിടെ നിന്ന് കഴിക്കുക എന്നുള്ളത് അത്ര ചിലപ്പോൾ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സ്ഥലം കുട്ടികളെ ഏറ്റവും ഒരു ഫാമിലി ഔട്ടിങ്ങിന് വളരെ നല്ലതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, കുട്ടികൾക്കും ഇഷ്ടമായി. അവർ എൻജോയ് ചെയ്തു. കുറേ കാണാനും കേൾക്കാനും കഴിക്കാനും ഒക്കെ ഉണ്ട്. ആകെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ 7:30 എന്നൊരു സമയം ഞങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അവിടെ ഫയർ വർക്ക്സ് ഉണ്ട്. അതും കണ്ട് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു രീതിയിൽ വരാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതാകുമ്പോൾ ആ ഒരു കറക്റ്റ് ഒരു സമയമാകുമ്പോൾ ഫയർ വർക്ക്സ് കണ്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകാം. അവിടുന്ന് ഭക്ഷണം ഒഴിവാക്കാം. പിന്നെ ഒരുപാട് വൈകിയാൽ ഇരുട്ടിയാൽ തണുപ്പും കൂടും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളുടെ മുഷ്രിഫ് മോൾ നമ്മളെ തറവാട്ടിലെത്തി. സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സമയമായല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്ത് മുഷ്രിഫ് മോളിൽ വന്നിട്ട് ഫുഡ് കോർട്ടിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അതിന് മുന്നേ ഫുഡ് വരുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു കടയിൽ എനിക്ക് കയറണം എന്നുണ്ടായിരുന്നു. ജിമി വോഗ് എന്ന് പറഞ്ഞൊരു കട. അതിപ്പോഴും കയറണം എന്ന് വിചാരിക്കും, പക്ഷേ നടന്നില്ല. അപ്പോൾ ഇപ്പോൾ അതിൽ എന്തൊക്കെയാണ് നമുക്കൊന്ന് പോയി നോക്കാം. നല്ല ഭംഗിയുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. ശരിക്കും മിനിസോ എന്ന് പറഞ്ഞ കടയുടെ വേറൊരു വേർഷൻ തന്നെ പറയാം. സിമിലറാണ്. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രൈസൊക്കെ ഒരു അഫോർഡബിൾ ആയിട്ടും തോന്നുന്നുണ്ട്. ഗ്ലാസിൻ്റെ വെള്ളം
വാട്ടർ ബോട്ടിൽ. ആ ഇതല്ലേ? അല്ലല്ലേ. എന്തൊരു ക്യൂട്ടാണ്. പിന്നെ കുറേ ടോട്ട് ബാഗ്സ് ഉണ്ട്. ഹാൻഡ് വാഷ്, ഹാൻഡ് ക്രീം, ബോഡി ലോഷൻസ്, സ്റ്റേഷനറി, വാവ്, വാഷ് ടേപ്സ്, ക്ലിപ്സ്. ഡൈസോൻ്റെ ഇത്തിരി ഒരു ഇത് ഡൈസോൻ്റെ ഒരു ക്ലാസി വേർഷൻ എന്ന് പറയാം. നോട്ട്ബുക്സ്. ഞാൻ ഈ പ്രാവശ്യം നോട്ട്ബുക്സ് മേടിക്കാതിരിക്കാൻ ട്രൈ ചെയ്യണം. എപ്പോൾ കണ്ടാലും മേടിക്കാൻ തോന്നും, പക്ഷെ അത് യൂസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിനി മേടിക്കുള്ളൂ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എന്താ നല്ല വെരി ടെംപ്റ്റിങ്, വെരി 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 മച്ച് ടെംപ്റ്റിങ്. മാതിരി ഓർഗനൈസേഴ്സ്, ബോക്സസ്, ടോയ്സ് ഉണ്ട്. ടൂൾസ് ഉണ്ട്. അത് എന്താ സംഭവം പോലും എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇതെന്തത്? ഓക്കെ, ഫേസ് വാഷ് ചെയ്യാൻ ഉള്ള സംഭവമാണ്. ഇതൊക്കെ ഭയങ്കര നല്ല സാധനം കേട്ടോ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ക്രീം, കുറച്ച് ഷാംപൂ, കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ ഈ കട അടയ്ക്കണം. നമുക്ക് ഒന്നും മേടിച്ചില്ല കേട്ടോ നമ്മൾ. അങ്ങനെ KFC എത്തി. പിന്നെ ചുറ്റുമുള്ള ഒന്നും ഞാൻ കണ്ടില്ല, അത്രയ്ക്കും വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ദിവസം അൽഹംദുലില്ലാഹ് സുഖമായിട്ട് കഴിഞ്ഞു. നല്ലതായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ, ആ ഒരു റൗണ്ടായിട്ട് കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അഥവാ വേറൊരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആരോ ഫോളോ ചെയ്താൽ മതി, അവിടെ ക്ലിക്ക് ചെയ്യാം. തീർച്ചയായിട്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. സോ സീ യു സൂൺ ആൻഡ് ബൈ.